ഹലോ, നമസ്കാരേ. അപ്പോൾ മെഡിക്കൽ കോളേജിലെ ഓണസദ്യ അപ്പോൾ ഞാനും ജയരാജേട്ടൻ കഴിക്കാൻ പോയാണ്. നല്ല തിരക്കുണ്ട് അല്ലേ ജയരാട്ടാ? തിരക്കില്ലേ? നല്ല തിരക്ക്. ക്യൂ കാണിച്ചു കൊടുക്കുന്നത്. ക്യൂ ഒന്ന് നോക്കട്ടെ. ക്യൂ കാണിച്ചു അങ്ങോട്ട് പോയാൽ ക്യൂ ആ. അപ്പോൾ ഭക്ഷണം കഴിച്ച് ഞാനും ജയരാജേട്ടൻ മടക്കായി. അല്ലേ ജയരാട്ടാ? നല്ല ഫുഡാണല്ലേ? ഇന്നത്തെ വീട്ടിലൊക്കെ പോകുന്നു. നല്ല ഫുഡാണല്ലേ? നല്ല അടിപൊളി അല്ലേ? കുറേ പിന്നെ കറിയുണ്ട്, അടിപൊളി പരിപ്പ് അല്ലേ? അല്ലേ? ആ ഓക്കെ. കുറേ ആൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. നല്ല സ്റ്റാഫ്. ഓക്കെ. അപ്പോൾ ചേച്ചിയോട് മീൻ മേടിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ പേരെന്നാ? ഓക്കെ. 150 അല്ലേ? അപ്പോൾ വീട്ടിലെത്താൻ പോന്ന് ലാത്തന്ന് ചേച്ചിയോട് കുറച്ച് മീനും വാങ്ങി കേട്ടാ. നമ്മളെ പുയ്യാപ്പിള ചുവന്ന മീൻ അത് വാങ്ങി. കുറച്ച് വൈകി. ഇപ്പം ഓണസദ്യയെല്ലാം കഴിച്ച് ഇങ്ങോട്ട് വരാൻ കുറച്ച് വൈകി. അപ്പോൾ അതിയോട് പറഞ്ഞിട്ടില്ല വൈകുന്നു. ഓ അവിടെ നിൽക്കുന്നുണ്ട്, വൈക്കന്നെ നിൽക്കുന്നുണ്ടല്ല, വാതിക്കൽ നിൽക്കുന്നുണ്ടല്ല. പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാവുന്നു ഭാര്യ. ഓ ഞാൻ നിന്നോട് പറയാൻ വിട്ടു പോയിട്ടാ. മെഡിക്കൽ കോളേജിൽ നിന്ന് ഓണസദ്യയാവും. ഞാൻ അത് കഴിക്കാൻ കഴിച്ചാ വരുന്നു. അതാണ് ബ്രേക്ക്.
അപ്പൊ അതിന് കുറച്ച് മീനും മേടിച്ചോട്ടാ, ചോന്ന മീൻ. പിന്നെ 2-3 മാങ്ങ മേടിച്ചോട്ടാ, പച്ചമാങ്ങ. നമ്മുടെ ചക്കക്കുരു ഇല്ലേ, അതെടുത്ത് ചക്കക്കുരു മാങ്ങക്കറി വെച്ചോ. ഈ മീൻ പൊരിച്ചാ മതി. ഓ, അത് ഞാൻ നിന്നോട് പറയാൻ മുട്ടോ കേട്ടോ. അത് സാരമില്ല, ചോറ് നമുക്ക് മെയിനായിട്ട് കൊടുക്കാല. നല്ല ഓണസദ്യ തന്നെ, അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ. ചോറ് കഴിക്കുന്നതെല്ലാം ഒന്ന് കണ്ടോക്കിക്കോ. എന്താ നിങ്ങൾ സദ്യ ഉണ്ടായ പിന്നെ കഴിക്കാണ്ട് വരില്ല. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് എന്നാ കരയുന്നു ഉറക്ക കറിയാക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ പായസം കുടിച്ച് ഞാനോണം. നീ എന്നിട്ടാ പറഞ്ഞ നിങ്ങളെ ചോറ് വെച്ച് നീ ചോറ് വെച്ച് നീ അപ്പൊ നീ നിനക്കും സദ്യ ഉണ്ടായിനി. പായസ പായസ ഇതെയാ. ചക്കക്കുരു ഉണ്ടായിനെ, അതും ഈ മാങ്ങയും കൂടിട്ടൊരു ചക്കക്കുരു മാങ്ങിയിട്ടൊരു കറി. ചക്കക്കുരു മാങ്ങക്കറി അച്ഛാ, ചക്കക്കുരു മാങ്ങക്കറി. കറിവേപ്പില ഇട്ടില്ലല്ലേ? കരിയാപ്പിലുണ്ട്. നല്ല മണം ഉണ്ടായി മാങ്ങ, നല്ല മണമില്ല അച്ഛാ. നോക്കി മണപ്പിച്ച് നോക്കിയാ അല്ലേ? ആ നവലിടുന്നതാ പൊട്ട നോക്കുന്ന പോലെ നോക്കുന്നുണ്ട്. ഇന്നലത്തെ 2 മാങ്ങ ഇതാ വാങ്ങിക്കൊണ്ടുവന്ന ഇതാ ഇവരാ തിന്നിനി അല്ലേ? ആ നഷ്ടവും നവലും കൂടി എത്തി, രണ്ടാളും തിന്നു. ഇന്ന് ആദ്യം വാങ്ങിയതാ മാങ്ങ. എനിക്ക് ഭയങ്കര ആഗ്രഹം ചക്കക്കുരു മാങ്ങക്കറി വെക്കണം എന്ന്, കൂട്ടണം അല്ലേ? അപ്പൊ ഇതിന്റെ ചക്കക്കുരു തോലിലൊന്ന് കളയട്ടെ. തൊലി അല്ലേ, കറാമ്പലി. കറാമ്പലി കളയണ്ട, അതിന്റെ തൊലി. നല്ല രസമല്ലേ അച്ഛാ ചക്കക്കുരുട്ട മാങ്ങക്കറി? രസല്ലേ? അതെയാ, എന്നാ പിന്നെ ആക്കിട്ട് വേഗം തരാന്നാല്. എങ്ങനെ നോക്കിക്കോ. അച്ഛൻ അങ്ങനെ കൂട്ടിയിട്ടില്ല ഇത്. അപ്പൊ ഇത് വേഗം ആക്കിട്ട് അച്ഛനെ കൊടുക്കാം. അപ്പൊ നമ്മുടെ ചക്കക്കുരു എല്ലാം നീളത്തിൽ കീറിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാങ്ങ കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളകുണ്ട് 2 എണ്ണം. അപ്പോൾ നമ്മുടെ തീയുടെ കത്തുന്നുണ്ട്. അപ്പം തന്നെ തീ കത്തണ്ട അല്ലേ? അപ്പം നമ്മുടെ ചക്കക്കുരു ആദ്യം നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ചക്കക്കുരു തന്നെ അല്ലേ? ഓ നച്ചത്ത വന്നിട്ട് നച്ചത്ത. അടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് മുളക് പൊടിയാ, ഇനി വേവാൻ ആവശ്യമായ വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. തീ കുറക്കുന്നുണ്ടാ? കൈ നോക്കണേ. അപ്പൊ ഇതൊന്ന് വെവട്ടെ. എന്താ നക്ഷത്രം വന്നാട് 1 കഷ്ണം മാങ്ങിയെടുത്ത് നിന്നില്ലേ? നക്ഷത്രേ നീ മാങ്ങ എടുത്ത് നിന്നിട്ടേ. അതാ നക്ഷത്ര 1 മാങ്ങ കൂടെ എടുത്ത് നിന്നുണ്ട്. അടി കിട്ടും അമ്മേരെ. ആ എന്തായി ചക്കക്കുരു അതെടുക്കറ. പച്ച വാങ്ങിയിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കുറഞ്ഞു പോയിനെ, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. മാങ്ങയും കൂടെ ഒന്ന് വേവിട്ട്. അപ്പം നമ്മുടെ മാങ്ങയും കൂടെ വെന്ത് വരുമ്പോൾക്ക് കറിയിലേക്ക് അരപ്പ് തയ്യാറാക്കണം. അതിന് തേങ്ങ ചെരുകി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വെളുത്തുള്ളി, കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങി എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അരപ്പിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിക്കുക.
അരപ്പം കൂടെ ഒന്ന് പോകട്ടെ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതെടുത്ത് നോക്കാം അല്ലേ? അപ്പോൾ അടുത്തത് നമ്മുടെ കറിയിലേക്ക് വറുത്തിടണം അല്ലേ? കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ചെറിയ ഉള്ളിയേ. നമ്മുടെ ചെറിയ ഉള്ളിൽ നിന്ന് മൂപ്പിച്ചെടുക്കാം. ആ നല്ല മണം അല്ലേ? ഉള്ളിരി കറിവേപ്പിലി. ആ നമ്മുടെ കറിയുടെ കളർ നോക്കി. അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. എന്താ ഒന്ന് ഇളക്കി വയ്ക്കുക. അപ്പോൾ അച്ഛന് ആദ്യം തന്നെ വേഗം വിളവിക്കൊണ്ട് കൊടുക്കാം. ഇതാണ് ആ കറി. എന്നാൽ പിന്നെ ഇന്നത്തെ രാത്രി കഴിക്കാം. കൂടുതൽ കറിയൊന്നുമില്ല. നമ്മുടെ ചക്കക്കുരു മാങ്ങ കറിയുണ്ട്. മതി 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 മതി. അതുപോലെ തന്നെ നമ്മുടെ ചുവന്ന മീൻ പൊരിയും ഉണ്ട്. ആദ്യം നമ്മുടെ ചക്കക്കുരു മാങ്ങക്കറി നോക്കട്ടെ. ചക്കക്കുരു മാങ്ങയിൽ ഉടഞ്ഞു കേട്ടോ. സംഭവം നല്ല കറിയാണ് കേട്ടോ. ചക്കക്കുരു അതുപോലെ തന്നെ മാങ്ങേൻ്റെ പുളിയിലാകുമ്പം പ്രത്യേക ടേസ്റ്റാണ്. പുളി ഇഷ്ടപ്പെടുന്നവർക്ക് സംഭവം സൂപ്പറായ സാധനം. നമ്മുടെ ചോണമീൻ പൊരിച്ചാൽ പിന്നെ ഒന്നും പറയാനില്ല. ചക്കക്കുരു മാങ്ങക്കറി നോക്കാം. ഇതും കൂടി ഇതിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സംഭവം നല്ല സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ. ഇപ്പം ചക്കക്കുരു മാങ്ങ ഇല്ലവരൊന്നും ഇതുവരെ ട്രൈ ചെയ്തോ. ചിലക്കരെ ഉണ്ടാവും ചക്കക്കുരു അല്ലേ? എന്താ നമ്മ കുറച്ച് എടുത്ത് വെച്ചിട്ടോ. എന്നാൽ പിന്നെ ആസ്വദിച്ച് കഴിക്കട്ടെ. ഓക്കെ.